നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന +2 മെയിൻസും അതുപോലെ തന്നെ 10th പ്രിലിംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച സമയങ്ങളേണ്ട ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഈ വിധാൻ പദ്ധതിയിലൂടെ പേപ്പർ രഹിത അസംബ്ലി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഈ വിധാൻ പദ്ധതിയിലൂടെ പേപ്പർ രഹിത അസംബ്ലി നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഏതാണ് പേപ്പർ രഹിത അസംബ്ലി വന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക്? ഓപ്ഷൻ ഡി ആണ്, അരുണാചൽ പ്രദേശാണ് കേട്ടോ. അപ്പോൾ അരുണാചൽ പ്രദേശാണ് എന്ത് ചെയ്യുന്നത്? ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഈ വിധാൻ പദ്ധതിയിലൂടെ പേപ്പർ രഹിത അസംബ്ലി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മിഷൻ പൂർവോദയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒഡീഷയെ സ്റ്റീൽ ഹബ് ആക്കാൻ സഹായിക്കുന്ന രാജ്യം ഏതാണ്? എന്താണ്? മിഷൻ പൂർവോദയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒഡീഷയെ സ്റ്റീൽ ഹബ് ആക്കാനായിട്ട് സഹായിക്കുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏത് രാജ്യമാണ് ഒഡീഷയെ സ്റ്റീൽ ഹബ് ആക്കാൻ സഹായിക്കുന്നത്? ജപ്പാനാണ് കേട്ടോ. അപ്പോൾ ജപ്പാനാണ് എന്ത് ചെയ്യുന്നത്? മിഷൻ പൂർവോദയയുടെ ഭാഗമായിട്ട് ഒഡീഷയെ ഒരു സ്റ്റീൽ ഹബ് ആക്കാനായിട്ട് സഹായിക്കുന്ന രാജ്യം ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. ജപ്പാനാണ്. തെറ്റിക്കത്തില്ലല്ലോ. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വനിതകൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം ലഭ്യമാക്കാനായി ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വന്ന നഗരം ഏതാണ്? എന്താണ് ചോദ്യം? വനിതകൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം ലഭ്യമാക്കാനായിട്ട് ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വന്ന നഗരം ഏതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് തന്നെ കിടക്കാം. ചോദ്യം എന്തായിരുന്നു? വനിതകൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം ലഭ്യമാക്കാനായി ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വന്ന നഗരം ഏതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഏതാണ്? നമ്മുടെ ഇൻഡോറാണ്. ഇൻഡോറിലാണ് എന്ത് ചെയ്യുന്നത്? വനിതകൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം ലഭ്യമാക്കാൻ ആത്മനിർഭർ ഭാരത് ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്നത് ഇൻഡോറിലാണെന്ന് അറിഞ്ഞിരിക്കുക. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? എന്താണ് ചോദ്യം? രാജ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഏതാണ്? ചേലേമ്പ്രയാണ് കേട്ടോ. അപ്പോൾ ചേലേമ്പ്ര എന്ന് പറയുന്ന പഞ്ചായത്താണ് എന്ത്? രാജ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ്? ചേലേമ്പ്രയാണെന്ന് അറിഞ്ഞിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തം, ലഹള എന്നിവയിൽ അതാത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? ഓക്കെ, ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രകൃതി ദുരന്തം, ലഹള എന്നിവയിൽ അതത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന ഏതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. ഏതാണ് ആ സംഘടന? ഉത്തരം കിട്ടിയോ? കുട്ടികളുമായി ബന്ധമുള്ള സംഘടന തന്നെയാണ്, അത് നമ്മുടെ യുണിസെഫ് ആണല്ലേ. അപ്പോൾ യുണിസെഫ് എന്ന് പറയുന്ന സംഘടനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രകൃതി ദുരന്തം, ലഹള എന്നിവയിൽ അതത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആരാണ്? യുണിസെഫ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദേശീയ ജനസംഖ്യാ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ഏത് വർഷമാണ് ഇന്ത്യ ചൈനീസ് ജനസംഖ്യയെ കടന്ന് ഒന്നാമതായിട്ട് എത്താൻ പോകുന്നതെന്നാണ് ചോദ്യം. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണല്ലേ. അപ്പോൾ ദേശീയ ജനസംഖ്യാ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ഏത് വർഷമാണ് ഇന്ത്യ ചൈനീസ് ജനസംഖ്യയെ കടന്ന് ഒന്നാമതെത്തുന്നതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഏത് വർഷമാണത്? 2031 കേട്ടോ. അപ്പോൾ 2031 എന്ത് ചെയ്യും? ഇന്ത്യ ചൈനീസ് ജനസംഖ്യയെ കടന്ന് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തുമെന്ന് അറിഞ്ഞിരിക്കുക. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗാന്ധി സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ പ്രൈസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഗാന്ധി സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ പ്രൈസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ഏതാണ് ആ രാജ്യം? നമ്മുടെ പോർച്ചുഗലാണ് കേട്ടോ. അപ്പോൾ പോർച്ചുഗലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗാന്ധി സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ പ്രൈസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? പോർച്ചുഗലാണെന്ന് അറിഞ്ഞിരിക്കുക. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 8000 മീറ്റർ ഉയരത്തിലെ 6 കൊടുമുടികൾ കീഴടക്കിയ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? 8000 മീറ്റർ ഉയരത്തിലെ 6 കൊടുമുടികൾ കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നാണ് നമ്മുടെ എട്ടാമത്തെ ചോദ്യം. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? അർജുൻ വാജ്പേയി ആണ് കേട്ടോ. അപ്പോൾ അർജുൻ വാജ്പേയിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 8000 മീറ്റർ ഉയരത്തിലെ 6 കൊടുമുടികൾ കീഴടക്കിയ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അർജുൻ വാജ്പേയി ആണെന്ന് അറിഞ്ഞിരിക്കുക. ഒൻപതാമത്തെ ചോദ്യം എന്താണ്? ഗോത്ര വിഭാഗ പോലീസ് സേന ആരംഭിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം. ഏതായിരിക്കും? നമ്മുടെ കേരളം തന്നെയാണല്ലോ. അപ്പോൾ കേരളമാണ് എന്ത് ചെയ്യുന്നത്? ഗോത്ര വിഭാഗ പോലീസ് സേന ആദ്യമായി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണെന്നുകൂടി അറിഞ്ഞിരിക്കുക. പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലഹരി മരുന്ന്, കള്ളക്കടത്ത് എന്നിവ തടയാനായിട്ട് ഡയറക്ടർ ഓഫ്
റവന്യൂ ഇൻ്റലിജൻസ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക. ലഹരി മരുന്ന്, അതേപോലെ കള്ളക്കടത്ത് എന്നിവ തടയാനായിട്ട് ഡയറക്ടർ ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? നമ്മുടെ 10ാമത്തെ ചോദ്യം. എന്താണ് ഓപ്പറേഷൻ്റെ പേര്? ഓപ്പറേഷൻ കാലിപ്സോ എന്നാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓപ്പറേഷൻ കാലിപ്സോ ആണ് എന്ത് ചെയ്യുന്നത്? ലഹരി മരുന്ന്, കള്ളക്കടത്ത് എന്നിവ തടയാനായിട്ട് ഡയറക്ടർ ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ കാലിപ്സോ. ഓക്കെ അല്ലേ? അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുമായി ചേർന്ന് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഏത് രാജ്യമാണ്? ജർമ്മനിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഇൻഡോ പസഫിക് സ്ട്രാറ്റജി ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണെന്ന് അറിഞ്ഞിരിക്കുക. 12ാമത്തെ ചോദ്യം. ഹൽദ്വാനി ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്താണ്? ഹൽദ്വാനി ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അപ്പോൾ ഹൽദ്വാനി ബയോഡൈവേഴ്സിറ്റി പാർക്ക് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ഹൽദ്വാനി ബയോഡൈവേഴ്സിറ്റി പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. 13ാമത്തെ ചോദ്യം. 2020 സെപ്റ്റംബറിൽ സ്മാർട്ട് റേഷൻ കാർഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? 2020 സെപ്റ്റംബറിൽ സ്മാർട്ട് റേഷൻ കാർഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ 13ാമത്തെ ചോദ്യം. ഏതാണ്? പഞ്ചാബ് ആണ്. അപ്പോൾ 2020 സെപ്റ്റംബറിൽ സ്മാർട്ട് റേഷൻ കാർഡ് സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പഞ്ചാബ് ആണെന്ന് അറിഞ്ഞിരിക്കുക. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയത് എവിടെയാണ്? കണ്ടെത്തിയത് ഏത് സ്ഥലത്തെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. എവിടെയാണത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കീലാടിയാണ് കേട്ടോ. അപ്പോൾ കീലാടി, തമിഴ്നാട്ടിലെ കീലാടി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന കാർബൺ നാനോ ട്യൂബ് കണ്ടെത്തിയത് എവിടെയാണ്? കീലാടിയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നാനോ ട്യൂബ് എവിടെയാണ്? കീലാടി. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നാനോ ട്യൂബാണ് കീലാടിയിൽ. 15ാമത്തെ ചോദ്യം. ഗവേഷകർ മെഗാലിതിക് റോക്ക് കട്ട് ചേമ്പറുകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം ഏതാണ്? മെഗാലിതിക് റോക്ക് കട്ട് ചേമ്പറുകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം ഏതാണ്? നമ്മുടെ 15ാമത്തെ ചോദ്യം. പേരളമാണ് കേട്ടോ. പേരളം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഗവേഷകർ മെഗാലിതിക് റോക്ക് കട്ട് ചേമ്പറുകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് പേരളം. മെഗാലിതിക് റോക്ക് കട്ട് ചേമ്പറുകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് പേരളം. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. എവിടെയാണ്? നമ്മുടെ ചാലക്കുടിയിലാണ് കേട്ടോ. ചാലക്കുടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആയുർവേദ നേത്രാരോഗ്യ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് എന്ത്? ചാലക്കുടിയിൽ വരാനായിട്ട് പോകുന്നത്. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാനസികാരോഗ്യ അവബോധന പ്രവർത്തനങ്ങൾക്കായിട്ട് ലീവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? എന്താണ് ചോദ്യം? മാനസികാരോഗ്യ അവബോധന പ്രവർത്തനങ്ങൾക്കായിട്ട് ലീവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചതാരെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ബോളിവുഡ് ആക്ട്രസ് ആയിട്ടുള്ള ആരാണ്? നമ്മുടെ ദീപിക പദുക്കോണാണ് കേട്ടോ. അപ്പോൾ ദീപിക പദുക്കോണാണ് എന്ത് ചെയ്യുന്നത്? മാനസികാരോഗ്യ അവബോധന പ്രവർത്തനങ്ങൾക്കായിട്ട് ലീവ് ലവ് ലാഫ് ഫൗണ്ടേഷൻ ആരംഭിച്ചതാരാണ്? ദീപിക പദുക്കോണാണെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓങ് സാങ് സൂചിയുടെ ഓണററി പൗരത്വം തിരിച്ചെടുത്ത രാജ്യം ഏതാണ്? എന്താണ്? ഓങ് സാങ് സൂചിയുടെ ഓണററി പൗരത്വം തിരിച്ചെടുത്ത രാജ്യം ഏതെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഏതാണ്? കാനഡയാണ് എന്ത് ചെയ്തത്? ഓങ് സാങ് സൂചിയുടെ ഓണററി പൗരത്വം തിരിച്ചെടുത്ത രാജ്യമാണ് കാനഡ എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, ഓങ് സാങ് സൂചിയുടെ ഓണററി പൗരത്വം തിരിച്ചെടുത്ത രാജ്യം ഏതാണ്? കാനഡയാണ്. 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യ ഏത് രാജ്യവുമായി നടത്തുന്ന സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് സഹയോഗ് കാജിൻ? എന്താണ്? ഇന്ത്യ ഏത് രാജ്യവുമായി നടത്തുന്ന സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണ് സഹയോഗ് കാജിൻ എന്നാണ് ചോദ്യം. സഹയോഗ് കാജിൻ ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജപ്പാനാണ് കേട്ടോ. അപ്പോൾ ജപ്പാനുമായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തുന്ന ഒരു സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമാണെന്ത്? സഹയോഗ് കാജിൻ. ഓക്കെ അല്ലേ? സഹയോഗ് കാജിൻ. 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന ഗതാഗത വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം കുടിവെള്ള ടാങ്കറുകൾക്ക് നൽകേണ്ട നിറം ഏതാണ്? സിമ്പിളായിട്ട് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ സംസ്ഥാനത്തിലെ ഗതാഗത വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം കുടിവെള്ള ടാങ്കറുകൾക്ക് കൊടുക്കേണ്ട നിറം ഏത് തന്നെയാണ്? നമ്മുടെ നീല കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുടിവെള്ള ടാങ്കറുകൾക്ക് നീല നിറമാണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം. 2020 ഓഗസ്റ്റിൽ വൈൽഡ് പോളിയോ വൈറസ് മുക്തമായ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഭൂഖണ്ഡം ഏതാണ്? എന്താണ്? 2020 ഓഗസ്റ്റിൽ വൈൽഡ് പോളിയോ വൈറസ് മുക്തമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഭൂഖണ്ഡം ഏതെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ഏത് ഭൂഖണ്ഡത്തിനെയാണ് 2020 ഓഗസ്റ്റിൽ വൈൽഡ് പോളിയോ വൈറസ് മുക്തമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്? നമ്മുടെ
ആഫ്രിക്കയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആഫ്രിക്കയാണ് എന്ത് ചെയ്തിട്ടുള്ളത് 2020 ഓഗസ്റ്റിൽ വൈൽഡ് പോളിയോ വൈറസ് മുക്തമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഭൂഖണ്ഡം ഏതാണ്? ആഫ്രിക്കയാണെന്ന് അറിഞ്ഞിരിക്കുക. 22ാമത്തെ ചോദ്യം, ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം? ഫീനിക്സ് സെറ്റിൽമെൻറ്റിനെ ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഫീനിക്സ് സെറ്റിൽമെൻറ്റിനെ ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം. ഏത് രാജ്യമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റിനെ ദേശീയ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്? ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്കയാണ് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ സി ആണ്. ദക്ഷിണാഫ്രിക്കയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫീനിക്സ് സെറ്റിൽമെൻറ്റിന് ദേശീയ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണെന്ന് അറിഞ്ഞിരിക്കുക. 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പാഠപുസ്തകം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? എന്താണ് ചോദ്യം? പാഠപുസ്തകം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരെന്നാണ് നമ്മുടെ 23ാമത്തെ ചോദ്യം. ആരാണ്? സുഭാഷ് ചന്ദ്രനാണ് അല്ലേ? മനുഷ്യനൊരു ആമുഖമൊക്കെ എഴുതിയ സുഭാഷ് ചന്ദ്രനാണ് പാഠപുസ്തകം എന്ന് പറയുന്ന കൃതിയുടെയും രചയിതാവ്. പാഠപുസ്തകം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രനാണെന്ന് അറിഞ്ഞിരിക്കുക. സുഭാഷ് ചന്ദ്രനാണ് പാഠപുസ്തകം എഴുതിയത്. ഓക്കെ, 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ യൂട്യൂബിൽ തത്സമയം സംപ്രേഷണം ചെയ്യാനായിട്ട് തീരുമാനിച്ച കോടതി ഏതാണ്? എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ യൂട്യൂബിൽ ലൈവ് പോകാനായിട്ട് തീരുമാനിച്ച ഹൈക്കോടതി ഏതെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഏതാണ്? ഗുജറാത്ത് ഹൈക്കോടതിയാണ്. അപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോടതി നടപടികൾ യൂട്യൂബിൽ ലൈവ് പോകാനായിട്ട് തീരുമാനിച്ച ഹൈക്കോടതി ഏതാണ്? ഗുജറാത്ത് ഹൈക്കോടതിയാണെന്ന് അറിഞ്ഞിരിക്കുക. 25ാമത്തെ ചോദ്യം, ട്രാൻസ്ജെൻഡേഴ്സിന് സംസ്ഥാന സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് സംസ്ഥാന സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ 25ാമത്തെ ചോദ്യം. ഏതാണ്? ബീഹാറാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ ബീഹാറാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ജെൻഡേഴ്സിന് സംസ്ഥാന സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ബീഹാറാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ക്ലാസ് ഫലപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.